ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഇനി എനിക്ക് അറിയേണ്ടത് അതിജീവിതയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. 2 ദിവസം മുമ്പ് തന്നെ ഭാഗ്യലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു, അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും കോടതി വിധിയുടെ സമയത്ത് തളർന്നു പോയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പോരാടാനുള്ള ഉറച്ച മനസ്സുണ്ടോ? എന്താണ് അവർ പറയുന്നത്? പോരാടാനുള്ള ഉറച്ച മനസ്സ് അവൾക്ക് ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് അവൾ ഒരണുവിട അവൾ വ്യതിചലിച്ചിട്ടില്ല. അവൾ വളരെ സ്ട്രോങ് ആയി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്. അതായത് എനിക്കൊക്കെ ഞാൻ ഇന്നലെയാണ് സംസാരിക്കുമ്പോൾ അറിയണത്, എന്റെ മൂത്ത മകന്റെ പ്രായമേ ഉള്ളൂ അവൾക്ക്. അത്രയേ ഉള്ളൂ. അവൾക്ക് ഇതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. ഇന്നലെ രാവിലെ ഈ കോടതി വ്യവഹാരം ആരംഭിക്കുമ്പോൾ മുതൽ ഞങ്ങൾ ആ വീട്ടിൽ നിന്നൊരു മാനസികാവസ്ഥയുണ്ട്. അപ്പൊ ചോദിക്കും, ഇതേ മാനസികാവസ്ഥ അദ്ദേഹത്തിനും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷേ ആ 2 മണിക്കൂർ ആ തെരുവിൽ, ആ 2 മണിക്കൂർ പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാരും അത് കേട്ട് സഹിച്ച് നിൽക്കില്ല. ആ വേദനയാണ് ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ. പിന്നെ ഇയാളാണ് പ്രതി എന്ന് പറഞ്ഞ ആ 1-ാം പ്രതി വേറെ ആരെയും അയാൾ ചൂണ്ടിക്കാട്ടിയില്ല. ഇയാൾക്ക് നേരെ മാത്രമാണ് അയാൾ ചൂണ്ടിക്കാട്ടിയത്. അതിൽ തന്നെയാണ് ഞങ്ങളെല്ലാം ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയിൽ പോയി വരട്ടെ, വരും. അല്ല, ഇപ്പോൾ ദിലീപ് ഇന്നലെ നൽകിയിരിക്കുന്ന ഒരു അഭിമുഖം ഇന്നിപ്പോൾ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ പറയുന്നത് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത്, നിയമ പോരാട്ടത്തിലേക്ക് ഇനി ഇറങ്ങുകയാണ് എന്നാണ് ദിലീപ് പറയുന്നത്. ആ നിയമ പോരാട്ടത്തിൽ ആരൊക്കെയാണ് പ്രതി ചേർക്കുക എന്നുള്ളതും പുറത്തു വന്ന് നടത്തിയ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണല്ലോ. ഈ കേസ് 8 വർഷമായി നടക്കുന്നുണ്ട്. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് മറ്റൊരു വശത്തുകൂടെ അദ്ദേഹത്തിന് കേസ് നടത്താമായിരുന്നു. അതിനുള്ള എല്ലാ അധികാരവും അവകാശവും ഒരു പൗരന് ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പോ ഇന്നലെ ആ വിധി കേൾക്കുന്നത് വരെ അത് അദ്ദേഹത്തിന് തോന്നിയില്ല. ഇന്നലെ കോടതിക്ക് പുറത്ത് വിധി കേൾക്കുന്നതിന് മുൻപ് തന്നെ പത്രസമ്മേളനം അറേഞ്ച് ചെയ്തു. വിധി കേൾക്കുന്നതിന് മുൻപ് തന്നെ ലഡ്ഡു വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു പത്രസമ്മേളനം ഇല്ലായിരുന്നു, ഒരു ലഡ്ഡു വിതരണം ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് പൂർണ്ണമായും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. 4 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു വിധി എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. അതേ മനോവികാരത്തോടു കൂടി തന്നെയാണ് ഇന്നലെയും ഞാൻ ഇരുന്നത്. അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യം, ഇദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടന്നു, അതൊരു വഴി കൂടെ ആ കേസ് അങ്ങ് നടത്താമായിരുന്നല്ലോ അദ്ദേഹത്തിന്. എന്തുകൊണ്ട് ഇതുവരെ മിണ്ടാതിരുന്നിട്ട് ഈ കോടതിയിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് വിചാരണ? എന്റെ പരിമിതമായ അറിവ് വെച്ച് ഒരു കേസ് നടക്കുമ്പോ ഭാഗ്യലക്ഷ്മി, എന്റെ പരിമിതമായ അറിവ് വെച്ച് ഒരു പ്രധാന കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ വഴിയില്ല എന്നാണ് പരിമിതമായ അറിവ് വെച്ച് എനിക്ക് തോന്നുന്നു. വേണ്ട, കേസ് കൊടുക്കണ്ട. ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിടാമല്ലോ. ഒരു പരാതി വെറുതെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതിയിൽ നിന്നാണ് ദിലീപ് പ്രതിപട്ടികയിലേക്ക് വരുന്നത്, അല്ലാതെ മഞ്ജു വാര്യരുടെ പ്രസംഗത്തോടു കൂടിയല്ല. എന്തിനാണ് പൾസ് സുനി തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ച കത്താണ് യഥാർത്ഥത്തിൽ ദിലീപിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർക്കെതിരെയാണ് ഇനിയിപ്പോൾ ദിലീപ് തിരികെ എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.